ഹായ് സാൻഡ്ര, Hi, വെൽക്കം ടു ദ sir. ഷോ. Thank you. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് PCC എന്ന് കേൾക്കുന്ന ഒരാൾക്ക് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കും പി എന്താണ് സി പി സി സി എന്ന് സി. പറയുന്നത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ. നമ്മളിപ്പോൾ വേറൊരു ഫോറിൻ കൺട്രിയിൽ വർക്ക് ചെയ്തു, അവിടെ നിന്ന് എക്സിറ്റ് ചെയ്തു, നമ്മുടെ പേരിൽ വേറെ ക്രിമിനൽ കാര്യങ്ങളും കേസുകളൊന്നും ഇല്ല, നമ്മുടെ അവിടെ ബിൽ ഡ്യൂസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, അതെ. ഈ PCC എന്തിനാണ് യൂസ് ചെയ്യുന്നത്? PCC നമ്മൾ മെയിനായിട്ട് മൈഗ്രേറ്റ് ചെയ്യാനും നമുക്കിപ്പോൾ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകാൻ അല്ലെങ്കിൽ ഒരു സ്പൗസ് വിസ, വർക്ക് വിസ ഒക്കെ പോകാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു പേപ്പർ തന്നെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡൗട്ട് വരുന്നതാണ് ഈ ഇപ്പോൾ ഒരു തവണ PCC എടുത്ത് റിജക്റ്റ് ചെയ്താൽ പിന്നെ രണ്ടാമത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, എന്താണ് റിജക്ഷൻ ഉള്ള കാരണം എന്നുള്ളത് ആ ഒരു PCC ഇപ്പം നമുക്കൊരു രാജ്യത്ത് നിന്ന് നമ്മൾ എക്സിറ്റ് ആയി, നമുക്കവിടെ എന്തെങ്കിലും പ്രോബ്ലം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ അത് അറിയാനുള്ളൊരു വഴി കൂടിയാണ് PCC. അപ്പം റിജക്ഷൻ എപ്പോഴും നമ്മളൊരു പോസിറ്റീവായിട്ട് കൂടെ അതിനെ കാണാൻ ശ്രമിക്കണം. എല്ലാവരും റിജക്റ്റ് ആയല്ലോ എന്ന് വിചാരിച്ചിട്ടിരിക്കും, പക്ഷേ നല്ലതാണ്. കാരണം നമ്മൾ വേറൊരു കൺട്രി, യൂറോപ്യൻ കൺട്രിയിലൊക്കെ മൈഗ്രേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മളെ അവിടെ നിന്ന് തിരിച്ച് ഡീപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനോ സാധ്യതയുണ്ട്. അപ്പോൾ പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു PCC അപ്ലൈ ചെയ്താൽ നമുക്ക് പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. അറിയാൻ പറ്റും. ഓക്കെ. അതെ അതെ. അപ്പോൾ ഒരു സൊല്യൂഷനും കണ്ടുപിടിക്കാം. വാലിഡിറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഓരോ PCC? ഓരോ കൺട്രി അനുസരിച്ച് PCCക്ക് വാലിഡിറ്റീസ് വരുന്നുണ്ട്, ചിലതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ PCC എന്ന് പറയുമ്പോൾ നമുക്കവിടെ നിന്ന് ഇഷ്യൂ ചെയ്ത് കിട്ടുന്ന നോ ക്രിമിനൽ റെക്കോർഡാണ്. അത് നമ്മളിനി എപ്പോഴും അപ്ലൈ ചെയ്താലും നമുക്ക് അത് തന്നെയായിരിക്കും കിട്ടുക ആ ഒരു കൺട്രിയിൽ നിന്ന്, നമുക്ക് വൺസ് പോസിറ്റീവായി കിട്ടിക്കഴിഞ്ഞാൽ. ഓക്കെ. ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നൊരു ഡൗട്ടാണ് ഈ വൺസ് PCC എടുത്തിട്ട് മിസ്സായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും കൂടെ എടുക്കാൻ പറ്റുമോ? PCC എന്ന് പറയുന്നത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു പേപ്പറാണ്. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇപ്പോൾ PCC കിട്ടി, നമ്മൾ ഫ്രണ്ട്സിനൊന്നും അങ്ങനെ എടുത്ത് ഷെയർ ചെയ്യാനും പാടില്ല. അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു പേപ്പറാണ്. അതിങ്ങനെ സാധാരണ പേപ്പർ പോലെ മിസ്സായി പോയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് വൺ ടൈമേ നമുക്ക് ഇഷ്യൂ ചെയ്ത് കിട്ടത്തുള്ളൂ. അത് വൺസ് നമുക്ക് മിസ്സായി പോയി എങ്കിൽ നമ്മൾ പിന്നെയും അത് അപ്ലൈ ചെയ്തെടുക്കണം. റീഅപ്ലൈ ചെയ്തിട്ട് ഒന്നും കൂടെ അപ്ലൈ ചെയ്തിട്ട് എടുക്കണം. ഓക്കെ. ഓരോ കൺട്രീസിനും ഓരോ പ്രൊസീജിയേഴ്സ് അല്ലേ? അതെ അതെ. ഈ ഫിലിപ്പീൻസിലേക്ക് പോകാൻ നിൽക്കുന്ന അല്ല, ഫിലിപ്പീൻസിൽ വർക്ക് ചെയ്തിട്ട് വേറൊരു രാജ്യത്ത് മൈഗ്രേറ്റ് ചെയ്യാൻ നിൽക്കുന്ന ഒരാൾക്ക് എങ്ങനെ ഫിലിപ്പീൻസിൽ നിന്ന് PCC എടുക്കും? വളരെ സിമ്പിളാണ്. ഫിലിപ്പീൻസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള, അവിടെ NBA കോപ്പി എന്നാണ് പറയുന്നത്, ആ കോപ്പി കയ്യിൽ കരുതുക. പാസ്പോർട്ടിൻ്റെ കോപ്പി, പിന്നെ വിസ പേജ് കോപ്പി ഉണ്ടെങ്കിൽ അത്, പിന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഒരു 7 മുതൽ 14 വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് PCC ഫിലിപ്പീൻസിൽ നിന്ന് ഇഷ്യൂ ചെയ്ത് കിട്ടും. വേറെ എന്തൊക്കെ ഡൗട്ടുകൾ വരാം ഈ ഫിലിപ്പീൻസ് PCC? കൂടുതലും അവർ പറയുന്നത് എന്ന് വെച്ചാൽ, ഞങ്ങളിപ്പം വർക്ക് വിസയാണ്, ഞങ്ങൾക്ക് ID കിട്ടിയില്ലെങ്കിൽ PCC കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് പല പർപ്പസിന് അവിടെ നിൽക്കുന്നവരുണ്ട്. ചിലർ വർക്ക് ചെയ്യാൻ വേണ്ടി പോകും, ചിലർ പഠിക്കാൻ വേണ്ടി പോകും. കൂടുതൽ ഡോക്ടേഴ്സൊക്കെ അവിടെ MBBSന് പഠിക്കാൻ പോകും. അപ്പം നിങ്ങൾക്കിപ്പോൾ ID അവിടെ നിന്ന് ഇഷ്യൂ ചെയ്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ID കാർഡ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങളുടെ റെസിഡൻഷ്യൽ അഡ്രസ്സൊക്കെ തന്നിട്ട് അവിടെ നിന്നൊരു പർപ്പസ് ഓഫ് ഒരു ലെറ്റർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം. പലർക്കും ഉള്ള ഡൗട്ടാണ് ഈ ID ഇല്ലെന്നുണ്ടെങ്കിൽ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ID ഇഷ്യൂ ചെയ്ത് കിട്ടാത്തവർക്കും ഇത് കിട്ടുമെന്നുള്ളത്. അതെൻ്റെ ഒരു പ്യൂർ ക്ലാരിറ്റി ഒരു ക്ലാരിറ്റി ഞാൻ തരാം. അതായത് ID എന്ന് പറയുന്നത് ഒരു കൺട്രിയിൽ നിന്ന് നമ്മളവിടെ എന്ത് പർപ്പസിനാണ് പോയത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഒരു ID നമുക്ക് തരുന്നത്. അതുപോലെ ആ രാജ്യത്തിനും ആ ഒരു IDയിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അവരത് വെച്ചിട്ട് മാത്രമേ ഒരു PCC ഇഷ്യൂ ചെയ്ത് തരത്തുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ വിസിറ്റിങ്ങിനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തന്നെയും നമ്മൾ ആ ഒരു IDയിലോട്ട് ചേഞ്ച് ചെയ്താലേ നമുക്ക് PCC കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. വിസിറ്റ് വിസ ഉണ്ടെങ്കിൽ തന്നെയും PCC കൊടുക്കുന്ന രാജ്യമാണ് ദുബായ്. പക്ഷേ അതിന് കറക്റ്റായിട്ടുള്ള ഫിംഗർ പ്രിന്റ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും. ഓക്കെ. PCC എടുക്കുമ്പോഴും പല ആൾക്കാർക്കും ഡൗട്ടുണ്ട് ഈ ഫിംഗർ പ്രിന്റ് വേണോ വേണ്ടേന്നൊക്കെ. അത് എങ്ങനെയാണ്? അത് നമുക്കിപ്പം കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു ഫിംഗർ പ്രിന്റ് എടുക്കാനായിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലോ അല്ലാന്നുണ്ടെങ്കിൽ SP ഓഫീസിലൊക്കെ പോയിട്ട് നമ്മൾ ഏത് കൺട്രി ആണെന്നുള്ളത് പറഞ്ഞ് അവർ ഫിംഗർ പ്രിന്റ് എടുത്തു തരും. അതിൻ്റെ ഒറിജിനൽ നമ്മൾ ആ രാജ്യത്തിൻ്റെ അറ്റസ്റ്റേഷൻ ചെയ്യണം. ഇപ്പോൾ UAE ആണെങ്കിൽ UAEയുടെ മോഫ ചെയ്ത് എടുക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ചില കൺട്രീസിന് അതിന് പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു ഫോം ഉണ്ടാവും, ഒരു പർട്ടിക്കുലർ ഫോർമാറ്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ബഹ്റിന് ഡിജിറ്റലൈസ്ഡ് ഫിംഗർ പ്രിന്റ് ആണുള്ളത്. അത് ബ്ലാക്ക് ഇങ്കിൽ എടുക്കണം എന്നുള്ളതുണ്ട്. അതിൻ്റെ ഒരു ഫോം ഉണ്ട്, അതിൽ ഫസ്റ്റ് പേജ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഓരോ കൺട്രി അനുസരിച്ച് ഇപ്പോൾ ട്രൂവേയിൽ കണക്ട് ചെയ്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ട്രൂവേ എന്തുകൊണ്ട് കണക്ട് ചെയ്യണമെന്നുള്ളത്? ട്രൂവേ കണക്ട് ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, ട്രൂവേയിലാണ് ഇതിന് പറ്റിയ പല കാര്യങ്ങളെക്കുറിച്ചും നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള അറിവുള്ളത്. കാരണം നമ്മൾ ഏകദേശം ബാക്കിയുള്ള ഏജൻസീസിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ 50+ കൺട്രീസായിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കണക്ഷൻസ് നമുക്കുണ്ട്, അത്രയും ഇൻഫർമേഷൻസ് നമ്മൾ അത്രയും ചെയ്തൊരു
പരിചയമുണ്ട് നമുക്ക്, അത്രയും എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ ഞങ്ങൾ കണക്ട് ചെയ്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാം എന്താണ്. ഈസി ആയിട്ട് ടെൻഷനൊന്നും ഇല്ലാതെ. അതെ അതെ, വളരെ ഫാസ്റ്റ് ആയിട്ട് ഈസി ആയിട്ടൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൂവയുടെ കസ്റ്റമർ കെയർ നമ്പറിൽ കണക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പിലും കോളിലും നമ്മൾ കണക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ നോക്കിയാൽ അതിൽ തന്നെ ഡീറ്റെയിൽസ് കിടപ്പുണ്ട്. ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയറിൽ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.